എൻ്റെ ചാനലിലേക്ക് വീണ്ടും സ്വാഗതം. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിചാരിക്കുന്നു. ഇന്ന് നമുക്ക് ഹോം മെയ്ഡായിട്ട് ക്ലേ എങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം. അപ്പോൾ ഇത് കുറേ നാൾ കേടാവാതെ ഇരിക്കുന്ന ക്ലേ ആണ്. അപ്പോൾ ആദ്യം തന്നെ ഞാൻ കുറച്ച് മൈദപ്പൊടിയാണ് എടുക്കുന്നത്. ഒരു പാത്രം എടുത്തിട്ട് 2 സ്പൂൺ മൈദപ്പൊടിയാണ് ഇട്ട് കൊടുക്കുന്നത്. അതിനുശേഷം ഞാൻ കളറിന് വേണ്ടിയിട്ട് ഫുഡ് കളറാണ് ആഡ് ചെയ്യുന്നത്. ഫുഡ് കളറിന് പകരമായിട്ട് നിങ്ങളുടെ അടുത്ത് പെയിൻ്റ് ആണ് ഉള്ളതെങ്കിൽ അതും എടുക്കാം. ഇനി ഞാൻ കുറച്ച് വെള്ളം ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. 1 സ്പൂൺ വെള്ളമാണ് ആഡ് ചെയ്യുന്നത്. പിന്നെ കുറച്ച് ഉപ്പും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം ഇത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. മിക്സ് ചെയ്തിട്ട് ഒരു മാവിൻ്റെ രൂപത്തിലാക്കി എടുക്കുക. വെള്ളം കുറഞ്ഞു പോവുകയാണെങ്കിൽ കുറച്ചും കൂടെ വെള്ളം ആഡ് ചെയ്ത് കൊടുത്തിട്ട് നല്ലപോലെ ഒന്ന് കുഴച്ച് എടുക്കാം. ഇനി ഇത് കയ്യിൽ ഒട്ടിപ്പിടിക്കുന്നുണ്ടെങ്കിൽ നമുക്ക് കുറച്ചും കൂടെ മൈദപ്പൊടി ഇട്ടിട്ട് ഒന്ന് ഇളക്കിയെടുത്താൽ മതി. ഇനി മൈദപ്പൊടി ഇല്ലയെന്നുണ്ടെങ്കിൽ ഗോതമ്പ് പൊടി വെച്ചിട്ട് ഇത് ചെയ്യാം, കോൺഫ്ലവർ വെച്ചിട്ട് ചെയ്യാം. അപ്പോൾ ഇത് ഏകദേശം ഒരു ക്ലേയുടെ ഒരു ടെക്സ്ചറിൽ നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇനി ഇത് കേടായി പോവാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ലാസ്റ്റായിട്ട് ബോഡി ലോഷനാണ് അപ്ലൈ ചെയ്യുന്നത്. ബോഡി ലോഷൻ ഇല്ലയെന്നുണ്ടെങ്കിൽ ഷാംപൂ എടുക്കാം, കണ്ടീഷണർ എടുക്കാം, ഇങ്ങനെ ഏതെങ്കിലും ഒന്ന് എടുക്കാം. എന്നിട്ട് അതും കൂടെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. മിക്സ് ചെയ്യുമ്പോൾ നമുക്കിത് നല്ല സോഫ്റ്റായിട്ട് കിട്ടുകയും ചെയ്യും, അതുപോലെ സ്മൂത്തായിട്ട് ഉണ്ടാവുകയും ചെയ്യും. അതുപോലെ നമുക്ക് ഒരുപാട് നാളിത് സ്റ്റോർ ചെയ്ത് വെക്കാനും പറ്റും. അപ്പോഴത്തേ നമ്മളുടെ ക്ലേ ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ക്ലേ ആണ്. ഇനി ഇത് എയർ ടൈറ്റ് ആയിട്ടുള്ള ഒരു കണ്ടെയ്നറിൽ സ്റ്റോർ ചെയ്ത് വെക്കാം. അല്ലാന്നുണ്ടെങ്കിൽ ഒരു പ്ലാസ്റ്റിക് പാക്കറ്റിൽ ചുരുട്ടിയിട്ട് എയർ തട്ടാത്ത രീതിയിൽ വെച്ചാലും മതി. ഇനി ഞാൻ ഇത് വെച്ചിട്ട് ഒരു ക്രാഫ്റ്റും കൂടെ ചെയ്ത് കാണിച്ചു തരാം. അപ്പോൾ ഞാൻ 2 കുഞ്ഞും ബോൾസ് എടുത്തിട്ടുണ്ട് ഇതിൽ നിന്ന്. എന്നിട്ട് ഇതുപോലെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇതിങ്ങനെ പല ഷേപ്സ് ആക്കാൻ എളുപ്പമാണെന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഇതുപോലെ ചെയ്ത് കാണിച്ചു തരുന്നത്. ഒരു കുഞ്ഞു കീ ചെയിൻ ഉണ്ടാക്കാം. അപ്പം ഞാൻ എസ് എന്നുള്ള ലെറ്ററാണ് ഉണ്ടാക്കുന്നത്. എസ് എന്നുള്ള ഷേപ്പ് ഉണ്ടാക്കി എടുത്തിട്ട് അതിൻ്റെ ഉള്ളിലേക്ക് ഇതേപോലെ ഒരു ഐപ്പിന് കുത്തി കൊടുക്കുന്നുണ്ട്. ഇനി നമുക്കിത് ഉണങ്ങാൻ വയ്ക്കാം. ഇത് എയർ ഡ്രൈ ആണ്. ഒരു 24 hours എങ്കിലും നല്ല പോലെ ഉണങ്ങണം. എന്നാൽ മാത്രമേ ഇത് നല്ല ഹാർഡായിട്ട് കിട്ടുള്ളൂ. അപ്പോൾ നമ്മളുടെ ക്ലേ ഉണങ്ങി കഴിയുമ്പോൾ ഉള്ള ഒരു ലുക്ക് ഇതാണ്. നല്ല ഹാർഡായിട്ട് കിട്ടിയിട്ടുണ്ട്. അത്രയേ ഉള്ളൂ നമ്മളുടെ വീഡിയോ. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. നമുക്കിനി നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. അതുവരെ ബൈ.